നമസ്കാരം. പാലക്കാട് പല കാരണങ്ങളാൽ എന്നും കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ ചലനങ്ങളുടെ കേന്ദ്രമാണ്. സമീപകാല കേരളത്തിൽ പാലക്കാട് ശ്രദ്ധേയമാകുന്നത് BJP ഭരിക്കുന്ന നഗരസഭയാണ് പാലക്കാട്ടുള്ളത് എന്നതുകൊണ്ടാണ്. BJP ജയിച്ചിട്ടുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നന്നേ കുറവാണ് കേരളത്തിൽ, നമുക്കറിയാം. പക്ഷേ അങ്ങനെ ജയിച്ചു കയറിയ മുനിസിപ്പാലിറ്റിയാണ് പാലക്കാട്. BJP ഭരിക്കുന്നതുകൊണ്ട് തന്നെ അവിടുത്തെ മറ്റെല്ലാ പാർട്ടികളും, CPM ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ പാർട്ടികൾ, കോൺഗ്രസ് ഉൾപ്പെടെയുള്ള UDF കക്ഷികൾ എല്ലാവരും പാലക്കാട് നഗരസഭയിൽ അവർക്കെതിരാണ്, പ്രതിപക്ഷമാണ്. കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയം സമ്പൂർണ്ണമായും അടിസ്ഥാനത്തിലായിത്തീരുന്ന ഒരു നഗരമാണ് പാലക്കാട്. പാലക്കാട്ടെ സമീപകാലത്തെ മറ്റൊരു പ്രശ്നം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ UDFൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ എതിർ സ്ഥാനാർത്ഥിയായി ഡോക്ടർ സരിൻ ഓടൊപ്പം തന്നെ തത്തുല്യമായ ഒരു ത്രികോണ മത്സരം നടക്കാനിടയുള്ള കേരളത്തിലെ അപൂർവ മണ്ഡലങ്ങളിലൊന്നാണ് പാലക്കാട്. പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ നിന്നാണ് BJPയുടെ സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ ഉണ്ടായിരുന്നത്. കൃഷ്ണകുമാറിനോടുള്ള വിയോജിപ്പും വിഭാഗീയതയും കൊണ്ടാണ് സന്ദീപ് വാര്യരെ പോലുള്ള പ്രമുഖനായ BJP നേതാവ് കോൺഗ്രസിലേക്ക് പോയത്. ഇതൊക്കെ പാലക്കാടിൻ്റെ സമീപകാലത്തെ. മാത്രമല്ല, BJPയിൽ ഏറ്റവും വലിയ അഴിമതി ആരോപണങ്ങൾ വന്ന നേതാക്കന്മാരുള്ളത് പ്രദേശങ്ങളിൽ ഒന്നുമാണ് പാലക്കാട് എന്ന പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് പാലക്കാടിൻ്റെ ഒടുവിലത്തെ പ്രശ്നം, പാലക്കാട് നഗരസഭ അവരുടെ ഒരു പദ്ധതിക്ക് ഒരു RSS നേതാവിൻ്റെ പേര് കൊടുത്തതുമായി ബന്ധപ്പെട്ട് വലിയ കോലാഹലങ്ങൾ നടന്നു വരികയാണ്. വലിയ കോലാഹലങ്ങൾ, ചെറുതല്ലാത്ത ബഹളങ്ങൾ. ഹെഡ്ഗേവാറുടെ പേര്, സാധാരണഗതിയിൽ ഹെഡ്ഗേവാർ RSSൻ്റെ ഏറ്റവും പ്രമുഖരായ ഇന്ത്യയിലെ നേതാക്കളിൽ ഒരാളാണ്. RSSകാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ പേര് ഇന്ത്യയിലെ ഒരു മുനിസിപ്പാലിറ്റിയിലെ ഒരു പരിപാടിക്ക്, ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ള ഒരു സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ്, അതിനു വേണ്ടിയുള്ള ഒരു പദ്ധതി, അതിനു വേണ്ടിയുള്ള ഒരു ആസ്ഥാന മന്ദിരം, ആ പദ്ധതിക്ക് ഡോക്ടർ ഹെഡ്ഗേവാർ എന്ന് പേര് കൊടുത്തു. ഹെഡ്ഗേവാറിൻ്റെ സ്മാരകമായി അങ്ങനെ ഒരു പദ്ധതി ആരംഭിക്കുന്നു എന്നതാണ് വിവാദമായത്. ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ തീർച്ചയായിട്ടും അത് വിവാദമായതിനെ തുടർന്ന് അത് നിരന്തരമായി എല്ലാ പാർട്ടികളും, ഇപ്പോൾ BJP മാത്രമാണ് അനുകൂലിക്കാനുണ്ടായിരുന്നത്, UDFും LDFും ഒക്കെ ഒരുപോലെ എതിർത്തു. പ്രത്യേകിച്ച് യുവജന സംഘടനകൾ DYFIയും യൂത്ത് കോൺഗ്രസും ഒക്കെ വലിയ പ്രക്ഷോഭത്തിനിറങ്ങി. അതിൻ്റെ ഫലമായി അതിൻ്റെ തറക്കല്ലിടൽ കർമ്മം അലങ്കോലമായി ഒരു ഭാഗത്ത്. മറുഭാഗത്ത് കോൺഗ്രസ് ഓഫീസിലേക്ക്, ആദ്യം BJP ഓഫീസിലേക്ക് കോൺഗ്രസിൻ്റെ മാർച്ച് നടന്നു, പകരം കോൺഗ്രസ് ഓഫീസിലേക്ക് BJP മാർച്ച് നടന്നു. ഇങ്ങനെ പാർട്ടി ഓഫീസുകൾ തമ്മിലുള്ള പോരിൻ്റെ, സാധാരണഗതിയിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്താറുള്ളത് സർക്കാരിന് നേരെയാണ്. ഇത് കക്ഷികൾ തമ്മിലുള്ള വളരെ പ്രകടമായ പ്രതിഷേധ പ്രകടനത്തിൻ്റെ ഒരു നിലമായി, ഒരു നാടായി പാലക്കാട് മാറി അടുത്ത കാലത്ത്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ വളരെ പരസ്യമായി, വളരെ പേഴ്സണലായി, വ്യക്തിപരമായി ആക്രോശിക്കുന്ന ആരോപണങ്ങൾ ഉന്നയിക്കുകയും നേരിടുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടായി. ഇതാണ് പാലക്കാട്ടൊരു ചിത്രം. പാലക്കാട്ടെ മറ്റൊരു പ്രമുഖനായ നേതാവ് തീർച്ചയായിട്ടും MP രാജേഷാണ്. പാലക്കാട്ട് നിന്നുള്ള ഇപ്പോഴത്തെ മന്ത്രിയാണ്. പാലക്കാട്ടെ MP ആയിരുന്നു. പാലക്കാട്ട് എല്ലാ അർത്ഥത്തിലും ഇപ്പോഴത്തെ CPMൻ്റെ ഏറ്റവും, എനിക്ക് തോന്നുന്നു, ചരിത്രത്തിലെ എല്ലാ വിഭാഗങ്ങളെയും എല്ലാ ഗ്രൂപ്പുകളെയും നിഷ്പ്രഭമാക്കിയിട്ട് MP രാജേഷിൻ്റെ ഭരണമാണിപ്പോൾ പാലക്കാട്ടെ CPMൽ നമുക്കറിയാം. MP രാജേഷ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി കൂടിയാണ്. അദ്ദേഹം ഈ വിഷയത്തിലുള്ള നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് തീരുമാനമെടുക്കേണ്ടത് കേരള സർക്കാരിൻ്റെ LSGD വകുപ്പാണ്, ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റാണ്. അത് തദ്ദേശ സ്വയംഭരണ വകുപ്പാണ്. ആ വകുപ്പ് MP രാജേഷിൻ്റെ വകുപ്പാണ്. ഞങ്ങൾ പരാതി കൊടുക്കും. MP രാജേഷിൻ്റെ എന്ന മന്ത്രിയാൽ തീരുമാനമെടുക്കുന്ന. MP രാജേഷ് പറഞ്ഞത് പരാതിയൊന്നും കിട്ടിയിട്ടില്ല, കിട്ടിയാൽ തീർച്ചയായിട്ടും ഞങ്ങൾ അന്വേഷണം നടത്തി നടപടിയെടുക്കും, യാതൊരു തർക്കവുമില്ല. ഹെഡ്ഗേവാറിൻ്റെ പേര് RSSന് ഈ രാജ്യത്തെ അവരുടെ ഏത് പദ്ധതികൾക്കും പാർട്ടി ഓഫീസുകൾക്കും അവരുടേതായ എന്ത് പദ്ധതിക്കും ആ പേര് കൊടുക്കാം. പക്ഷേ സർക്കാരിൻ്റെ നികുതി പണം കൊണ്ട് നടക്കുന്നൊരു പദ്ധതിക്ക് ഒരു കാരണവശാലും അത്തരം ഒരാളുടെ പേര് കൊടുക്കാൻ പാടില്ല. അങ്ങനെ കൊടുക്കാവുന്ന തരത്തിൽ ദേശീയ പ്രാധാന്യമുള്ള ഒരാളല്ല ഹെഡ്ഗേവാർ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിന് മറുപടിയായി MP രാജേഷിൻ്റെ ഈ ആരോപണത്തിന് മറുപടിയായി പ്രശാന്ത് ശിവൻ അവിടുത്തെ പാലക്കാട്ടെ ഈസ്റ്റിൻ്റെ ജില്ലാ പ്രസിഡൻ്റാണ്. BJPയുടെ ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ അതിന് മറുപടി പറഞ്ഞത്, ഞങ്ങൾക്ക് ഹെഡ്ഗേവാറിൻ്റെ ദേശീയ പ്രാധാന്യം ദേശീയ പ്രാധാന്യം തീരുമാനിക്കാൻ ഞങ്ങൾക്ക് MP രാജേഷിൻ്റെ സർട്ടിഫിക്കറ്റ് വേണ്ട.
അത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ദേശത്തിൽ എന്ത് പ്രാധാന്യം കൊണ്ടാണ് മറ്റു പലരുടെയും പേര്? ഭരണഘടനാ പദവികളിൽ ഇരുന്നിട്ടില്ലാത്ത എത്രയോ പേർക്ക് നിങ്ങൾ വലിയ അംഗീകാരം കൊടുക്കുന്നുണ്ടല്ലോ, സർക്കാരിൻ്റെ പദ്ധതികൾക്ക് അവരുടെയൊക്കെ പേര് കൊടുക്കുന്നുണ്ടല്ലോ. പ്രശാന്ത് ശിവൻ 2 ഉദാഹരണങ്ങൾ പറഞ്ഞത് ഞാൻ കേട്ടത്, വേറെയും ഉദാഹരണങ്ങൾ പറഞ്ഞു എന്നറിയില്ല. മാധ്യമങ്ങളിൽ ഞാൻ കണ്ടത് 2 പേര് പറഞ്ഞു. ഒന്ന് പി കൃഷ്ണപിള്ളയുടെ പേരാണ്, മറ്റൊന്ന് വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ പേരാണ്. പി കൃഷ്ണപിള്ള നമുക്കറിയാവുന്നതുപോലെ പി കൃഷ്ണപിള്ളയെ നമ്മൾ ഈ 2 പേരെയും പരിഗണിക്കേണ്ട ഒരൊറ്റ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ 3 പേരാണിപ്പോൾ ചിത്രത്തിലുള്ളത് എന്ന് പറയാം. ഒരു ഭാഗത്ത് KB ഹെഡ്ഗേവാർ എന്ന ദേശീയ നേതാവ്, തീർച്ചയായിട്ടും ദേശീയ നേതാവ് എന്ന് പറയുന്നത് RSSൻ്റെ ദേശീയ നേതാവ്. മറ്റൊന്ന് CPM അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാവ്, അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാവായ പി കൃഷ്ണപിള്ള. മറ്റൊന്ന് മലബാർ കലാപത്തിൻ്റെ നായകനായിരുന്ന വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി. ഈ 3 പേരുകളിൽ എങ്ങനെയാണ് 2 പേര് ഉപേക്ഷിക്കാൻ? ചോദ്യം വളരെ പ്രധാനമാണ്. പി കൃഷ്ണപിള്ളയെയും വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയും പല പദ്ധതികളുടെയും പേരായിട്ട് കൃഷ്ണപിള്ള കാണാറുണ്ട്. പല സർക്കാർ പദ്ധതികളുടെയും പല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും ഓഡിറ്റോറിയങ്ങൾക്ക് ഒക്കെ പദ്ധതികൾ, അത്തരം പേരുകൾ കൃഷ്ണപിള്ളയുടേതായിട്ട് ഉപയോഗിച്ച് കണ്ടിട്ടുണ്ട്. വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ പേരിലാണ് മലപ്പുറത്തെ ടൗൺ ഹാൾ ഉള്ളത്. അതും തീർച്ചയായിട്ടും സർക്കാർ പദ്ധതിയാണ്. മലപ്പുറം നഗരസഭയുടേതാണ്, മലപ്പുറം മുനിസിപ്പാലിറ്റിയുടേതാണ് ടൗൺ ഹാൾ. അവിടെ വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിക്ക് പേര് കൊടുക്കുന്നതിൻ്റെ ഒരു കാരണം ആ ടൗൺ ഹാൾ ഏതാണ്ട് നിലനിന്ന സ്ഥലത്താണ്. പഴയ കോട്ടക്കുന്നിൻ്റെ ചെരുവിൽ വെച്ചാണ് അദ്ദേഹത്തെ വെടിവെച്ച് കൊന്നത് ബ്രിട്ടീഷുകാർ. തീർച്ചയായിട്ടും അദ്ദേഹത്തെ കൊന്നത് ബ്രിട്ടീഷുകാരാണ്. അതുകൊണ്ട് ഈ 3 പേരും, ഇപ്പോൾ ഹെഡ്ഗേവാറിനെയും വാരിയംകുന്നനെയും പി കൃഷ്ണപിള്ളയെയും ചേർത്തുകൊണ്ട് ഇതിലാരാണ് ദേശീയ വ്യക്തിത്വമായി അംഗീകരിക്കാനാവുക എന്ന ചോദ്യം ചോദിച്ചാൽ ഏത് മാനദണ്ഡ പ്രകാരമാണ് എന്ന് പരിശോധിക്കേണ്ടി വരും. ഒരു മാനദണ്ഡം തീർച്ചയായിട്ടും വളരെ പ്രധാനമാണ്. അത് വിശദീകരിക്കാൻ ബന്ധപ്പെട്ടവർക്ക് സാധിക്കുകയും വേണം. അത് സ്വാതന്ത്ര്യസമര സേനാനികൾ, തീർച്ചയായിട്ടും പി കൃഷ്ണപിള്ള സ്വാതന്ത്ര്യസമര സേനാനിയാണ്. ചരിത്രത്തിൽ അതിന് എമ്പാടും തെളിവുകളുണ്ട്. വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി സ്വാതന്ത്ര്യസമര സേനാനിയാണോ അല്ലയോ എന്ന കാലത്തിലിടക്കാൽ തർക്കമുണ്ടായി. ICHR, ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ച്, കേന്ദ്ര ഗവൺമെൻറ്റിന് സമർപ്പിച്ച ഒരു ലിസ്റ്റിൽ സ്വാതന്ത്ര്യസമര പെൻഷൻ വാങ്ങുന്ന സ്വാതന്ത്ര്യസമര സേനാനികളുടെ പട്ടികയിൽ നിന്ന് 386 പേരെ വെട്ടിമാറ്റണം. എന്തുകൊണ്ടെന്നാൽ അവർ മലബാർ കലാപത്തിൽ പങ്കെടുത്തവരാണ്. മലബാർ കലാപം ബ്രിട്ടീഷുകാർക്കെതിരെ എന്ന ലക്ഷ്യത്തോടെയാണ് ആരംഭിച്ചതെങ്കിലും അതിവേഗം അതൊരു വർഗീയ കലാപമായി മാറി ഹിന്ദുക്കളെ വലിയ തോതിൽ വേട്ടയാടിയ കലാപമാണ് മലബാർ കലാപം എന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വാരിയംകുന്നൻ ഉൾപ്പെടെയുള്ള കലാപകാരികളെ 1921 മലബാർ കലാപത്തിൽ പങ്കെടുത്ത കലാപകാരികളെ സ്വാതന്ത്ര്യസമര സേനാനികളുടെ പട്ടികയിൽ നിന്ന് വെട്ടിമാറ്റണം എന്ന് ആവശ്യപ്പെടുന്ന വലിയ കോലാഹലം ഏതാണ്ട് 1921 മലബാർ കലാപത്തിന് 100 വയസ്സ് പൂർത്തിയായ 2021 തൊട്ട് നമ്മൾ കേട്ടു. അതിന് ആ വിവാദങ്ങളിലും സംവാദങ്ങളിലും ഒക്കെ നന്നായി ഇടപെട്ട കൂട്ടത്തിലാണ് ഞാനും. പക്ഷേ ഒരു കാര്യം നമ്മുടെ മുമ്പിലുണ്ട്. സ്വാതന്ത്ര്യത്തിന് ഇപ്പോൾ 80 വയസ്സായി. 1947 നിന്ന് ഏതാണ്ട് ഇപ്പോൾ 78 കൊല്ലം കഴിഞ്ഞു. 78 കൊല്ലത്തിന് ശേഷം ആരൊക്കെയാണ് സ്വാതന്ത്ര്യസമര സേനാനി എന്ന് തീരുമാനിക്കാൻ നമ്മുടെ മുമ്പിൽ ഒരു മാനദണ്ഡം മാത്രമേ സ്വീകാര്യമായിട്ടുള്ളൂ. അതെന്താണ്? ആരൊക്കെയാണ് സ്വാതന്ത്ര്യസമരക്കാലത്ത് ബ്രിട്ടീഷുകാർക്കെതിരായി പൊരുതിയത് എന്ന് മാത്രം പരിശോധിക്കുക. സ്വാതന്ത്ര്യസമരം എന്ന് പറഞ്ഞാൽ 1-2 ദിവസമല്ല, നമുക്കറിയാം. 1690 ഇപ്പോൾ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വന്നത് തൊട്ട് ചെറുതും വലുതുമായ കലാപങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെ, ബ്രിട്ടീഷ് പട്ടാളത്തിനെതിരെ, ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെതിരെ, ഗവൺമെൻറ് ഓഫീസുകൾക്കെതിരെ നടന്ന വലിയ, കോടതികൾക്കെതിരെയൊക്കെ നടന്ന വലിയ പോരാട്ടങ്ങളുണ്ട്. നൂറ്റാണ്ടുകൾ നീണ്ട പോരാട്ടമാണത്. ആ പോരാട്ടത്തിൽ ആരൊക്കെ ഏതെല്ലാം ഇൻറ്റൻഷൻ, തീർച്ചയായിട്ടും ഈ പോരാളികൾക്ക് പലതരം താല്പര്യങ്ങളുണ്ടായിരുന്നു. ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന പോരാട്ടത്തിൽ, നൂറ്റാണ്ടുകൾ നീണ്ട പോരാട്ടത്തിൽ പങ്കെടുത്ത ഓരോരുത്തർക്കും അവനവൻ്റെ താല്പര്യങ്ങളുണ്ടായിരുന്നു. ചിലർക്ക് തങ്ങളുടെ അന്ന് വരെ ഭരിച്ച നാട്ടുരാജാക്കന്മാർക്ക് അവരുടെ രാജാധികാരം നിലനിർത്താനാണ്. അത് പഴശ്ശി രാജാവായാലും ടിപ്പു സുൽത്താൻ ആയാലും ഒക്കെ സ്വന്തം നാട്ടുരാജ്യങ്ങൾ നിലനിർത്താനാണ് അവർ പൊരുതിയത്. അതുകൊണ്ട് അവരുടെ ലക്ഷ്യം നോക്കിയിട്ടല്ല അവർ ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് മാത്രം നോക്കുക. ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതിയത് കൊണ്ട് അവർ സ്വാതന്ത്ര്യസമര സേനാനികളാണ്. ചിലർ ബ്രിട്ടീഷുകാർ പോയി കിട്ടിയാൽ ഇവിടെ ഹിന്ദു രാജ്യം സ്ഥാപിക്കാം, ചിലർക്ക് ബ്രിട്ടീഷുകാർ പോയി കിട്ടിയാൽ ഇസ്ലാമിക ഖിലാഫത്ത് സ്ഥാപിക്കാം, ചിലർക്ക് ബ്രിട്ടീഷുകാർ പോയി കിട്ടിയാൽ ഇവിടെ സിഖ് രാജ്യം സ്ഥാപിക്കാം എന്നൊക്കെ ആഗ്രഹിച്ചവരുണ്ടാവും. അങ്ങനെ പൊരുതിയവരുണ്ടാവും. അവരെയും തൽക്കാലം ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതിയിട്ടുണ്ടോ?
അവരുടെ ഉദ്ദേശം അവരുടെ അന്തിമമായ ലക്ഷ്യം മാറ്റിവെച്ച് അവരുടെ കോഴ്സ് ഓഫ് ആക്ഷൻ മാത്രം പരിശോധിച്ചിട്ട് ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതിയ എല്ലാവരെയും സ്വാതന്ത്ര്യസമര സേനാനികളായി പരിഗണിക്കുകയല്ലാതെ വേറെ നിവൃത്തിയില്ല. അതുകൊണ്ട് കൃഷ്ണപിള്ളയെയും വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് വാര്യംകുന്നൻ്റെ ചെയ്തികളിൽ പലതിനോടും വിയോജിപ്പുള്ള ഒരാളാണ് ഞാൻ. അത് എപ്പോഴും വ്യക്തമാക്കിയിട്ടുണ്ട്. ആ നിലപാടിൽ ഒരു മാറ്റവുമില്ല. പക്ഷേ സ്വാതന്ത്ര്യസമര സേനാനിയാണോ അല്ലയോ എന്ന് ചോദിച്ചാൽ ആണ് എന്ന് പറയാനാണ് നമ്മുടെ ഒരു സാമൂഹ്യ ബോധം അല്ലെങ്കിൽ രാഷ്ട്രീയ ബോധം നമ്മെ നിർബന്ധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ BJP ഇനി വിശദീകരിക്കേണ്ടത് ഇവർ രണ്ടുപേരും പി കൃഷ്ണപിള്ളയും വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയും സ്വാതന്ത്ര്യ സമര പോരാട്ടം നടത്തിയതിൻ്റെ ധാരാളം അനുഭവങ്ങൾ, ചിത്രങ്ങൾ സമൂഹത്തിലുണ്ട്. എന്നാൽ ഹെഡ്ഗേവാർ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ച ഒരാളാണ് എന്ന് മാത്രമല്ല, അങ്ങനെ വലിയ തോതിൽ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുന്നതിന് നിരുത്സാഹപ്പെടുത്തിയ ഒരാളാണ് എന്നും ചരിത്രം പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഏത് മാനദണ്ഡ പ്രകാരം ഇനിയിപ്പോൾ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തു എന്നത് മാത്രം ഒരു ദേശീയ പുരുഷൻ്റെ മാനദണ്ഡമായി ദേശീയ പുരുഷനെ അംഗീകരിക്കാനുള്ള മാനദണ്ഡം ആകേണ്ടതില്ല. അതിന് ഏറ്റവും നല്ല ഉദാഹരണം ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും എല്ലാവരാലും ആദരിക്കപ്പെടുന്ന ഒരാളാണ് ഡോക്ടർ BR അംബേദ്കർ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുകയോ ജയിലിൽ പോവുകയോ ചെയ്തിട്ടില്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ അംഗമായിരുന്നില്ല. കോൺഗ്രസിനെതിരായി ILP എന്ന പാർട്ടി ഉണ്ടാക്കി അതിൻ്റെ നേതാവായിരുന്നു. അതുകൊണ്ട് ബ്രിട്ടീഷുകാർക്കെതിരായി പോരാടി ജയിലിൽ പോയി എന്നത് മാത്രമാകണം ഒരാളുടെ അംഗീകാരത്തിന് മാനദണ്ഡം. മറ്റു സംഭാവന എന്താണ്? അങ്ങനെയാണെങ്കിൽ ഹെഡ്ഗേവാർ ദേശത്തിന് നൽകിയ ഏതെങ്കിലും ഒരു പാർട്ടിക്കോ ഒരു സംഘടനക്കോ അല്ല, RSS എന്ന പ്രസ്ഥാനത്തിനല്ല, ദേശത്തിന് അദ്ദേഹം നൽകിയ മൗലികമായ സംഭാവനകൾ എന്താണ്? അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തുവോ ഇല്ലയോ? പങ്കെടുത്തില്ലെങ്കിൽ എന്തുകൊണ്ട്? ആ സമയം അദ്ദേഹം രാജ്യത്തിന് മറ്റെന്തെല്ലാം മേഖലകളിലാണ്, സാഹിത്യത്തിലോ എഴുത്തിലോ മറ്റേത് മണ്ഡലത്തിലാണ് അദ്ദേഹം ചെയ്ത സേവനം എന്നുകൂടി വിശദീകരിക്കാനുള്ള ഒരു സംവാദത്തിൻ്റെ മണ്ഡലമായിട്ട് ഈ പ്രക്ഷോഭകാലം ബാക്കിയൊക്കെ അടങ്ങും. പക്ഷേ അവശേഷിക്കേണ്ടത് ഇത്തരത്തിലുള്ള താരതമ്യങ്ങളെ നമ്മുടെ ദേശീയ പരിപാടികൾക്ക്, പ്രത്യേകിച്ച് സർക്കാരിൻ്റെ പദ്ധതികൾക്ക് ഒരാളുടെ പേര് പരിഗണിക്കുമ്പോൾ അയാളെ സ്വീകരിക്കാമോ, ആ പേര് സ്വീകാര്യമാണോ അല്ലയോ എന്ന് തീരുമാനിക്കാൻ ഖണ്ഡിതമായ മാനദണ്ഡങ്ങളില്ല. ഇല്ലാത്ത കാലത്തോളം നമ്മുടെ ലോജിക്കും നമ്മുടെ ബോധവും നമ്മുടെ ദേശീയ ബോധവുമാണ് അത് നിർണ്ണയിക്കേണ്ടത്. അങ്ങനെ നിർണ്ണയിക്കുമ്പോൾ ഹെഡ്ഗേവാറിനെ എങ്ങനെയാണ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത്? ഈ ശ്രേണിയിലേക്ക് അവരെക്കാളൊക്കെ സ്വീകാര്യനാണ് ഹെഡ്ഗേവാർ എന്ന് പറയുന്നത് എന്ത് മാനദണ്ഡ പ്രകാരമാണ് എന്ന് വിശദീകരിക്കാൻ BJPക്ക് സാധിക്കട്ടെ. അതാണ് ജനാധിപത്യത്തിലെ ഏറ്റവും സംവാദത്തിലെ ഒരു പ്രഭാപൂരിതമായ ഒരു ഇടപെടൽ. അത് നടക്കേണ്ടിയിരിക്കുന്നു. നന്ദി, നമസ്കാരം.